ദുബായ് ടീകോമിന് നൽകിയ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കൊടുത്ത ഭൂമി തിരിച്ചുപിടിക്കാൻ ഏതാണ്ട് തീരുമാനമായി. പദ്ധതിയുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ടീകോം സർക്കാരിനെ അറിയിച്ചിരുന്നു. പദ്ധതിക്കായി അനുവദിച്ച മുഴുവൻ ഭൂമിയും തിരിച്ചെടുക്കാൻ തീരുമാനമാകുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ കുറച്ച് കാലമായി അവിടെ കാര്യങ്ങളൊന്നും നടക്കാതെ ഒരു റിയൽ എസ്റ്റേറ്റിന് വന്ന അപജയം പോലെ കിടക്കുകയായിരുന്നു. അവസാനം ടീകോം നിസ്സഹായത പ്രകടിപ്പിച്ച് പിൻവാങ്ങിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN സ്മാർട്ട് സിറ്റി കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന വിവരം ടീകോം 2 മാസം മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. സർക്കാർ അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്ന് അവരെ പിന്മാറാൻ അനുവദിക്കണമെന്നായിരുന്നു ദുബായ് ടീകോം സർക്കാരിനെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതേപ്പറ്റി പഠിച്ച് ശുപാർശ സമർപ്പിക്കാനായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അധ്യക്ഷയായ ഒരു സമിതിയെ നിയോഗിച്ചു. ഈ സമിതിയുടെ ശുപാർശ പരിഗണിച്ച മന്ത്രിസഭാ യോഗമാണ് ടീകോമിന് നൽകിയ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിക്കായി നൽകിയ 246 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചത്. പല കാരണങ്ങൾ കൊണ്ട് പദ്ധതിയുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് ടീകോം അറിയിച്ചത്. ടീകോമിന്റെ പ്രതിനിധികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പിന്മാറ്റ നയം രൂപീകരിക്കും. രണ്ടു കൂട്ടർക്കും, സർക്കാരിനും ദുബായ് ടീകോമിനും സ്വീകാര്യമായ ഒരു നയം അംഗീകരിച്ചുകൊണ്ടായിരിക്കും ഭൂമി തിരിച്ചുപിടിക്കുക. 246 ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കുമ്പോൾ ആ ഭൂമി മറ്റു വികസന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. എന്തായാലും ഭൂമി തിരിച്ചുപിടിക്കുന്ന നടപടി ഒരു മാസങ്ങളെടുക്കുന്ന ഒരു നടപടിയായി മാറും. എന്തായാലും 3 മാസത്തിന് ശേഷം മാത്രമേ പൂർണ്ണമായി ഈ നടപടികൾ പൂർത്തീകരിക്കൂ എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഈ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി. 2004-2006 കാലത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ പദ്ധതി ആദ്യമായി അനൗൺസ് ചെയ്തത്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതോടുകൂടിയാണ് പദ്ധതിക്ക് വിവാദ ഛായ വന്നത്. പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ദുബായ് ടീകോമുമായി പദ്ധതിക്ക് വേണ്ടി കരാർ ഒപ്പിടുന്നത്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ദുബായ് ടീകോമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി കേരള ഗവൺമെൻറ്റിനെ സമീപിച്ചതും കേരള ഗവൺമെൻറ് ഈ പദ്ധതി അനുവദിച്ചും ഇത്രയധികം ഭൂമി ടീകോമിന് വിട്ടുകൊടുത്തു. എന്നാൽ കുറച്ച് കാലമായി ഈ പദ്ധതി നടക്കില്ല എന്നൊരു തോന്നൽ കൊച്ചിയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അവസാനം ടീകോം പിന്മാറുന്നു എന്ന തീരുമാനം വന്നിരിക്കുന്നു. എന്തായാലും അവരുടെ ഭൂമിയും തിരിച്ചു പിടിക്കാൻ കാരണമായി. വളരെ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതി. അതിന് ഇങ്ങനെയൊരു ദുരന്തമായി അതിൻ്റെ ക്ലൈമാക്സ്.